പോളിസി ഹോൾഡറുടെ പേര് ശേഖര മേനോൻ എന്നാണ്. ഇതൊരു ഫാമിലി ഇൻഷുറൻസ് ആണ്. അതിൽ അയാളുടെ പേരും ഭാര്യയുടെ പേരും മക്കളുടെ പേരും കൂടി ചേർത്തിട്ടുണ്ട്. പോളിസി എമൗണ്ട് ഇപ്പോ 1 കോടി രൂപയായിട്ടുണ്ട്. ഇയാൾ എന്റെയും പിള്ളേരുടെയും പേര് വിളിച്ചു പറഞ്ഞ എല്ലാ രഹസ്യങ്ങളും വിളിച്ചതാവുമല്ലോ. പോളിസി ഹോൾഡറുടെ പേരെന്താന്ന് പറഞ്ഞേ? മിസ്റ്റർ ശേഖര മേനോൻ. ശേഖര മേനോൻ എന്ന് മാത്രമേ ഉള്ളൂ, അതോ സർനെയിം വല്ലതും? യെസ് സർ, ശേഖർ. ഓഹോ, എന്റെ അമ്മയെ കൊന്നവന്റെ പോളിസി മെച്ചോർഡായ വിവരം പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? മനസ്സിലായില്ല സർ. എടോ, നിങ്ങൾ ഈ പറഞ്ഞ ശേഖർ, മിസ്റ്റർ ശേഖര മേനോൻ, ഈ 1 കോടി രൂപയുടെ അവകാശി, അയാള് ആ ദുഷ്ടന എന്റെ അമ്മയെ കൊന്നത്. അവനുള്ള പാരിതോഷികമാണോ ഈ 1 കോടി രൂപ? വിശാൽ സാറിന്റെ അമ്മയെ, ഗായത്രി അമ്മയെ കൊന്ന ആളാണോ ശേഖരൻ? പറയൂ വിശാൽ സാർ, അയാളാണോ ഗായത്രി അമ്മയെ കൊന്നത്? അയാൾ എന്തിനാ ഗായത്രി അമ്മയെ കൊന്നത്? നിനക്കൊരു തുണയായി നീ ആ ശേഖരനെ വിളിച്ചോണ്ട് വരണം. ആരാ ഈ ശേഖർ? അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? അതെ പാർവതി, അദ്ദേഹത്തെ ഇവിടേക്ക് നീ കൂട്ടിക്കൊണ്ടുവരണം. അതെന്റെ ആഗ്രഹം മാത്രമല്ല, നിന്റെ ആവശ്യം കൂടിയാ. ആരാ ഈ ശേഖർ? അദ്ദേഹം ഇപ്പൊ എവിടെയുള്ളത്? അതിനുള്ള ഉത്തരം ഞാനല്ല തരേണ്ടത്, ഉദയന്നൂരമ്മയാ. അതിങ്ങ് തരൂ. ഇതാ വേണം. ഗാർഗി, ദേ ഈ കടലാസുകളിലൊക്കെ എന്തൊക്കെ എഴുതിയിരിക്കുന്നേന്ന് നീ ഒന്ന് വായിക്ക. അവന്റെ ഒരു പോളിസി. ബ്രോ, ഇയാൾക്കും പോവാം. സർ, സാർ എന്തിനാ ഡോക്യുമെന്റ്സ് വലിച്ചേറി കളഞ്ഞത്? That's none of your business. ഇയാളോട് പോകാനല്ലേ പറഞ്ഞത്? പോവാൻ. ഇനി ശേഖറിന്റെ പേര് പറഞ്ഞ് ഒരാളും ഈ പടി ചവിട്ടി പോരുത്. ശേഖര മേനോൻ, അവൻ എന്റെ കൈ കിട്ടിയല്ലേ വെട്ടി അറിയും ഞാൻ. ഹലോ, ഒരു മിനിറ്റ്. അതെ, ഈ ഡോക്യുമെന്റ് വലിച്ചേറി കളഞ്ഞോണ്ട്
ശേഖറിന് മെച്ചൂർഡായ തുക കിട്ടാതിരിക്കോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ, ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നാൽ മതി. പക്ഷേ ആള് നേരിട്ട് വന്ന് ഹാജരാവണം. ഉം. പ്രതാപ വന്നേ, ഒരു മിനിറ്റ്. ഇന്നത്തോടെ എല്ലാ സംഗതിയും പൊളിയെന്നേ ഞാൻ കരുതി. ഇൻഷുറൻസ് പോളിസി മെച്ചൂർഡായ വിവരം അറിയിക്കാൻ ആ നാശം പിടിച്ചവന് വരാൻ കണ്ടൊരു നേരം. അത് ഫാമിലി ഇൻഷുറൻസ്. ആ വന്നവൻ ശേഖരമേനോന്റെ ഭാര്യയുടെ മക്കളുടെ പേര് വല്ലതും വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്താവും നമ്മുടെ ഗതി? അയാൾ എന്റെയും മക്കളുടെയും പേര് വിളിച്ചു പറഞ്ഞേക്കുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും അയാൾക്ക് അത് പറയാൻ തോന്നാൻ നമ്മുടെ ഭാഗ്യം. അതിനിടയിൽ ആ പാർവതിയുടെ ഒടുക്കത്തൊരു ചോദ്യം, ശേഖരമേനോൻ ആരാണെന്ന്. അതിനുള്ള മറുപടി വിശാൽ തന്നെ കൊടുത്തല്ലോ. ആ മറുപടി വിശ്വസിച്ച് അവള് ശേഖരമേനോനെ കുറിച്ച് അന്വേഷിക്കാതിരിക്കുന്നതാണോ ചേച്ചി കരുതുന്നത്? അവൾ എന്തന്വേഷിക്കാനാ? അവളുടെ അന്വേഷണം എവിടം വരെ പോയി നിൽക്കുമെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിലെനിക്ക് ടെൻഷനൊന്നുമില്ല. പക്ഷേ ഇന്നിവിടെ നടന്നതുപോലെ ഒരു അപ്രതീക്ഷിത സംഭവം ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല. ശേഖരന്റെ പേരും പറഞ്ഞ് ഇനി ഒരാളും ഇവിടേക്ക് വരരുത്. ശിക്ഷയുടെ കാലാവധി തീർത്ത് ഏത് നിമിഷവും അയാൾ പുറത്തിറങ്ങും. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, പുറത്തിറങ്ങുന്ന നിമിഷം അയാൾ കൊല്ലപ്പെടണമെന്ന്. അത് നീ മറന്നോ? ഞാനതങ്ങനെ മറക്കും. എന്തു ചെയ്യും? ശേഖരൻ ജയിലിൽ നിന്ന് റിലീസായി പുറത്തു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അയാള് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വെറുതെ ആവില്ല. നമ്മൾ രണ്ടാളോടുള്ള തീർത്താ തീരാത്ത പകയോടുകൂടി ആവും. ജയിലിന്റെ കോമ്പൗണ്ട് താണ്ടിയാൽ അയാൾ ആദ്യം കാണാനൊരുങ്ങുന്നത് നമ്മളെ തന്നെയാവും. അയാള് നമ്മളെ തേടി വരും പ്രതാപ. അതോടെ നമ്മൾ ഇന്നേ വരെ പൊതിഞ്ഞു പിടിച്ചു വെച്ചിരുന്ന എല്ലാ രഹസ്യങ്ങളും അയാളായിട്ട് പുറത്തു കൊണ്ടുവരും. ഇല്ലേ ചേ, ഒരിക്കലുമില്ല. അതിനുള്ള അവസരം ശേഖരന് ഞാൻ കൊടുക്കില്ല. പറയാൻ എളുപ്പമാ, പക്ഷേ അതെങ്ങനെ സാധിക്കും? ചേച്ചി പറഞ്ഞതുപോലെ ശേഖർ ജീവനോട് ഇരുന്നാലല്ലേ അയാൾ നമ്മളെ തേടി വരൂ. യെസ്, ഞാൻ വീണ്ടും പറയുന്നു പ്രതാപ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ശേഖറിനെ പിന്നെ ജീവനോടെ വെച്ചേക്കരുത്. അയാളെ തീർത്തു കളയണം. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ശേഖറിനെ കൊന്നു കുഴിച്ചു മൂടണം. അതോടെ തീരും അയാളുടെ ശല്യം. അയാൾ പുറത്തിറങ്ങുന്നത് എന്നാണെന്ന് അന്വേഷിക്കണം പ്രതാപ. അന്ന് തന്നെ അയാളുടെ വധശിക്ഷയും നടപ്പാക്കണം. പ്രതാപ, നമുക്ക് ആ വക്കീലിനെ ഒന്ന് കാണണം. നീ വണ്ടി എടുക്ക.
ഫോട്ടോയാ നിന്റെ കയ്യിലിരിക്കുന്നേ? വിശാൽ സാറിന്റെ ആണോ? അല്ല, ആരുടെയാണെന്ന് അറിയില്ല പല്ലവി. പക്ഷേ ഈ ഫോട്ടോയിലുള്ള ആളാണ് ഗായത്രിയമ്മയുടെ കൊലപാതകത്തിന് കാരണക്കാരനെന്നാ ഇവിടെയുള്ള എല്ലാവരും പറയുന്നത്. അതിന് നീ എന്തിനാ അയാളെ നോക്കി നിൽക്കുന്നേ? ഒരാളുടെ ഫോട്ടോ നോക്കി എല്ലാരും കൂടെ ചേർന്ന് അയാളെ കൊലയാളിയാക്കുന്ന എന്തിനാ? ഈ ഫോട്ടോ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അത് വിശാൽ സാറ് ഇൻഷുറൻസ് പേപ്പറുകളൊക്കെ കീറി കളഞ്ഞില്ലേ, അപ്പൊ അതിന്ന് വീണതാന്ന് തോന്നുന്നു. അതാ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാളിന്റെ ഫോട്ടോ എന്തിനാ ചേച്ചി എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നേ? അതെടുത്ത് ദൂരെ കളയും. ഇത് കളയണോ വേണ്ടേന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം നീ ഇവിടുന്ന് പോവാൻ നോക്ക്. എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ നിനക്ക് എന്താ ഇത്ര തിടുക്കം? നീ എന്തേ പറയുന്നേ? ഇവിടെ നിന്ന് പോവാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഈ വീട്ടിൽ നിന്ന് പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഞാൻ നിൽക്കും. എനിക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം നിൽക്കും. നീ എന്റെ അടുത്ത് നിൽക്കുന്നതാ എനിക്കിഷ്ടം. നീ ഇവിടെ നിന്ന് പോകുന്നതാ എന്റെ വിഷമം. പക്ഷേ നിന്റെ ഈ നാക്കിന്റെ നീളം അല്പം കുറച്ചോ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ രണ്ടുപേരും ചേച്ചി അനിയത്തിമാരല്ലേ? അതെ, അതിനെന്താ ഇപ്പോ? ഇപ്പോഴാണോ നിനക്കത് മനസ്സിലായത്? സംശയം ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോടോ മുത്തശ്ശനോടോ ചോദിച്ചിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഒന്ന് പോ ചേച്ചി, തമാശ പറയാൻ കണ്ട സമയം. പിന്നെ നീ എന്തിനാ അങ്ങനെ ചോദിച്ചേ? അല്ല, നമ്മള് ചേച്ചി അനിയത്തിമാരായല്ലേ ഉദയനൂര് കഴിഞ്ഞത്. അതുപോലെ ഞാനും ഈ വീട്ടിലെ മരുമകളായിട്ട് വരട്ടെ എന്ന് ഇവളോട് ചോദിച്ചാ അത് ഇവൾക്ക് ഇഷ്ടമായിന്ന് വരില്ല. എന്റെ മനസ്സിൽ എന്താണെന്ന് ഇവൾ അറിഞ്ഞ ചിലപ്പോ അതിനും സമ്മതിച്ചു എന്ന് വരില്ല. അങ്ങനെ വന്നാ ഞാൻ ഇതുവരെ ഇട്ട പ്ലാനുകളെല്ലാം വെറുതെയാവും. അപ്പോ വിപിൻ സാറിന്റെ കാര്യങ്ങൾ ചേച്ചിയോട് പറയുന്നതിനേക്കാൾ നല്ലത് പറയാതിരിക്കുന്നതാ. നീ എന്താ പാതിയിൽ നിർത്തിയിട്ടൊരാലോചന? പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയാ. പിന്നെ പറയാം. ഞാൻ പോട്ടെ ചേച്ചി. പിന്നെ ചേച്ചി ആദ്യം ആ കൊലപാതക ആരാന്ന് കണ്ടുപിടിക്കും. പല്ലവി, അമ്മ ഇത്രയ്ക്ക് ദയാലുവായിരുന്നോ? ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ അമ്മ ആ ശേഖരമേനോനും അയാളുടെ കുടുംബത്തിനും വേണ്ടി ഇൻഷുറൻസ് ഒടുക്കിയത്? അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒടുവിൽ എന്തായി? ആ നന്ദി കെട്ടവൻ, ആ പിശാച് അമ്മ എനിക്ക് ഇല്ലാതാക്കിയില്ലേ? സ്വന്തം ജീവൻ എടുത്തവന്റെ കുടുംബത്തിന് പോലും കരുണ കാട്ടിയ ആ വലിയ മനസ്സ് എന്റെ വിഷമം കാണുന്നില്ലേ? അമ്മ എന്താ എന്റെ നോവ് കാണാത്തെ? അങ്ങനെയാ ഞാൻ കാണുന്നത്. എന്റെ ഉള്ളമ്മ കണ്ടിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം അമ്മ നിറവേറ്റി തന്നേനെ. എനിക്കമ്മ ദർശനം തന്നേനെ. അമ്മ എന്തുകൊണ്ടാ എനിക്ക് ദർശനം തരാതിരുന്നത്? വിശാൽ, അതിന് കാരണം വിശാലിന് ഇതുവരെ മനസ്സിലായില്ലേ? ഗായത്രിയമ്മ വിശാലിന് ദർശനം നൽകാത്തതേ വെറുതെ ഒന്നുമല്ല. അതിന് കാരണക്കാരി പാർവതിയാ. അവള് കാരണമാണ് ഗായത്രിയമ്മയെ കാണാനുള്ള ഭാഗ്യം വിശാലിന് ലഭിക്കാതെ പോകുന്നത്. ജാസ്മിൻ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. അനാവശ്യമായിട്ട് നീ എന്റെ ഭാര്യയെ പാർവതിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. വിശാലിന് ഇത്രയൊക്കെ ആയിട്ടും അവള് മനസ്സിലാവുന്നില്ലല്ലോ. അവള് നീ കരുതുന്നത് പോലെ പഞ്ചപാവോ ശീലാവതിയോ ഒന്നും അല്ല. അവൾ ഈ കുടുംബം കുളന്തോണ്ടാൻ വന്ന അസുരവിത്ത. അവൾ ഇവിടെ മുച്ചൂടും മുടിക്കും. നീ നോക്കിക്കോ. ജാസ്മിൻ, ഇനി നീ പാർവതിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. അവളെ കുറിച്ച് പറയാൻ നിനക്ക് എന്ത് യോഗ്യത ഉള്ളത്?
എല്ലില്ലാത്ത നാവുണ്ടേ ഇനി പാർവതിയെ പറ്റി ദുഷിച്ച വർത്താനം പറഞ്ഞാലേ എന്റെ തനി സ്വഭാവം നീ അറിയും. ഞാൻ നല്ലത് പറഞ്ഞിട്ടും നിന്റെ ചെവി കേറുന്നില്ലെങ്കിൽ ഞാനിനി എന്ത് പറയാനാ? വിശാൽ, പാർവതി എന്തെങ്കിലും പറയുമ്പോ എന്റെ നേർക്ക് ചാടിത്തുള്ളാൻ നിൽക്കാതെ ആദ്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേക്ക്. എനിക്ക് ആരുടെ ഉപദേശമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. നീ എന്തിനാ ഇവിടെ കയറി കൂടിയിരിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ജാസ്മിൻ. വിശാൽ, ജാസ്മിനൊരാഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതേത് വിധേനയും നിറവേറ്റിയിരിക്കും. അതെ, നിന്റെ മിഥ്യാധാരണ മാത്രമാണ് ജാസ്മിൻ, വെറും പാഴ്ക്കിനാവ്. അതെ, ശൂർപ്പണകയെ പോലെ ഈ വീട്ടിൽ കുത്തിത്തിരിപ്പ് നടത്താതെ നീ വന്ന വഴിയെ പോവാൻ നോക്ക്. എന്റെ പാർവതി ഈ കുടുംബം സംരക്ഷിക്കാൻ നോക്കുന്നു. നീ ഈ കുടുംബം ശിഥിലമാക്കാനേ എന്താ മാർഗവും ചിന്തിക്കുന്നു. അതാ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആരുടെയും മനസ്സ് വായിക്കാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കരുത്. അതൊന്നേ നല്ലതിനാവില്ല. ജാസ്മിൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി എന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടർ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അത് നമുക്ക് കാണാം. കാണാം. പാർവതിയെ തലയിൽ എടുത്തു വെച്ചത് അബദ്ധമായി പോയെന്ന് തോന്നുന്ന ഒരു ദിവസം വിശാലിന് വരും. അന്ന് വിശാലെ സമസ്ത അപരാധവും പറഞ്ഞ് എന്റെ മുന്നിൽ വരും. അതിന് വിശാല് 100 ജന്മം ജനിക്കണം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കാണാം. ഞാൻ ശൂർപ്പണകയാണത്രേ, ശൂർപ്പണക. പാർവതി ദേവലോക സുന്ദരി. ഞാൻ ആരാണെന്ന് അവർക്ക് അറിയില്ല. വിശാലും അവളും എന്നെ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പാർവതി എന്ത് കൈവശം കൊടുത്തിട്ടാണാവോ വിശാലിന് ഇങ്ങനെ അവളുടെ സാരിത്തുമ്പിൽ കെട്ടിയിടുന്നത്? ഇപ്പൊ അവള് പറയുന്നത് എന്തും അവൻ അനുസരിക്കുന്ന ഗതിയാ. ഇനി ഇതിങ്ങനെ വെച്ച് പുലർത്താൻ പറ്റില്ല. അവളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതിനൊരു വഴി കണ്ടെത്തണം. എന്താ ഇത്? നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നേ? വിപിൻ സാറേ, ഈ കാണിച്ചത് മഹാമോശമായി പോയി. മഹാമോശോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഓഹോ, അതിനി ഞാൻ പറഞ്ഞിട്ട് വേണം അറിയാൻ. നിങ്ങൾ ഇവിടെ എന്താണോ കാണിച്ചത് അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. നിനക്കെന്താടി വെച്ചേ? വല്ല ഉച്ചക്കിറക്കും ബാധിച്ചോ? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? വെറുതെ ഉരുളൊന്നും വേണ്ട. ആരെങ്കിലും ഒന്ന് കൈ നീട്ടിയാ ഉടനെ കെട്ടിപ്പിടിക്കാൻ നിൽക്കല്ലേ? പല്ലവി, വെറുതെ നീ അനാവശ്യം പറയരുത്. ജാസ്മിൻ കാല് തന്നെ വീഴാൻ പോയപ്പോ ഞാനൊന്ന് പിടിച്ചതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനപ്പുറം കഥകളൊന്നും നീ മെനയാൻ നിൽക്കരുത്. അതെങ്ങനെയാ? കണ്ട പട്ടിക്കാട്ടി കഴിഞ്ഞതിന്റെ വിവരല്ലേ ഉണ്ടാവുള്ളൂ. ദേ, എന്നെ കളിയാക്കൊന്നും വേണ്ട. പിന്നെ എന്ത് പറയണം? പാർവതിയുടെ അതേ ചോര തന്നെയല്ലേ നിനക്കും? അപ്പൊ അവളെ പോലെ ചീഞ്ഞ് ചിന്താഗതിയെ നിനക്കും ഉണ്ടാവത്തുള്ളൂ. കടൽ എന്താ, കടലാടി ഏതാന്ന് അറിയാത്ത കുറെ ജന്മങ്ങള്. കല്യാണം കൊഴിക്കും. Idiot. പല്ലു കഴിക്കാൻ ഇങ്ങോട്ട് വാ. അന്നേരം എന്റെ കൈ മാങ്ങ വരയ്ക്കാൻ പോവല്ലേ? പല്ലവി, നീ എന്തിനാ ഒരു കാര്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത്? അതുകൊണ്ടല്ലേ അവളുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വന്നത്. അവളോട് പോവാൻ പറയും. അല്ല വിപിൻ സാറേ,
നിങ്ങൾ അവളെ കയറി പിടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പല്ലവി, ഞാൻ പറഞ്ഞ നിന്റെ തലയ്ക്കകത്ത് കയറിയില്ലേ? അവള് വീഴാൻ പോയപ്പോ ഞാനൊന്ന് അവള് വീണ വിപിൻ സാറിന് എന്താ? അവള് വീഴട്ടെ എന്ന് കരുതണം, അല്ലാതെ ആ പെണ്ണും പിള്ളെ താങ്ങി പിടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോന്ന്? നിനക്ക് വട്ടാണ്. വിപിൻ സാറ്